കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നിരാഹാര സമരത്തെ തുടർന്ന് അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറികൾ ഒന്നൊന്നായി തുറന്നു തുടങ്ങി. തേവലക്കര അലഫ്, പുത്തൂർ ആലക്കൽ കശുവണ്ടി ഫാക്ടറികളാണ് തുറക്കാൻ ധാരണയായത്. തൊഴിലാളികളുടെ ബോണസ് കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്ന് ഉടമകൾ ഉറപ്പു നൽകി. സമരത്തിനിടെ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷി രാജുവിനെ സ്മരിച്ചുകൊണ്ടാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ നാരങ്ങാനീര് നൽകി സമരം നിർത്തിയത്. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് 2 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ അവർക്ക് അരി മേടിക്കാനും അവരുടെ ജീവിതം വൃത്തിയാക്കാനും മെച്ചമാക്കാനും വേണ്ടി മാത്രമല്ല അതുവഴി സമൂഹത്തെ മെച്ചപ്പെടുത്താൻ കൂടിയുള്ള ഒരു വലിയ സമരമാണ്. ആ സമരത്തിന്റെ ഭാഗമായി നമുക്ക് ഇവിടെ ഉണ്ടായ ഈ നേട്ടം വളരെ വലിയ നേട്ടമാണ്. അത് കേരളത്തിലൊക്കെ അഭിമാനത്തോടുകൂടി പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അഭിമാനത്തോടുകൂടി നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി അടച്ചിട്ടിരുന്ന ഫാക്ടറി തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം 52 ദിവസം പിന്നിടുമ്പോഴാണ് തൊഴിലാളികൾക്ക് പുതുവർഷ സമ്മാനമായി ഫാക്ടറി തുറക്കാൻ കമ്പനി ഉടമ തയ്യാറായത്. ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ദൂരോട്ട് പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മോനും ഭർത്താവിനും വയ്യാത്ത. അതുകൊണ്ട് ഏറ്റവും വലിയ അഭിവാദനങ്ങൾ CITUവിന്. ഈ സമരം വിജയിച്ചത് ഞങ്ങൾക്ക് CITUവിനും ഈ DYFIയുടെ പ്രവർത്തകർക്കും ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും ഞങ്ങൾ വിനീതമായ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. പുത്തൂർ ആലക്കൽ കശുവണ്ടി ഫാക്ടറിയിലും കഴിഞ്ഞ ദിവസം നിരാഹാര സമരം അവസാനിപ്പിച്ചു. VLC ഒഴികെയുള്ള മറ്റ് സ്വകാര്യ ഫാക്ടറി ഉടമകളുമായി സർക്കാർ ചർച്ച നടത്തുന്നത് തുടരുകയും ചെയ്യുന്നു. VLCയും കമ്പനി തുറക്കാൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികളും ഗവൺമെന്റും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.